In this video, we will be discussing a special type of diode which is known as Zener diode. It's a specially designed, highly doped PN junction diode which is normally operated in the reverse biased condition. This is an ordinary diode poleയാണ്. The difference is that both P region and N region are heavily doped, so that the depletion region is very thin in this type of diode, and usually this diode is operated in the reverse biased condition. For forward biased condition, the operation of this Zener diode is just similar to that of an ordinary diode, but in the reverse biased condition it has a unique property of maintaining the voltage at a constant value irrespective of the variation of current through it. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. And this diode is, Zener diode is represented by this signal, this symbol. Ordinary diode ന് ഇവിടെ ഒരു ആരോ മാർക്കും ഒരു ലൈനും ആണെങ്കിൽ ഇവിടെ ഒരു Z ആയിരിക്കും ആയിട്ടാണ് നമ്മൾ Zener diode നെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടാൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് എ Zener diode. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ എങ്ങനെയാണ് കോൺസ്റ്റന്റ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഇതിൻ്റെ ഓപ്പറേഷൻ. ലെറ്റ് us see the operation. So Zener diode is fabricated by heavily doping both P and N sides of the junction. This is junction. So അപ്പോൾ ഇത് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും എൻ റീജിയനും പി റീജിയനും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ തിന്നായിരിക്കും. അപ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയൻ തിന്നായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ചെറിയ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ തന്നെ, സേ ഒരു 5 വോൾട്ടൊക്കെ എത്തുമ്പോൾ തന്നെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് അക്രോസ് റീജിയൻ ഓഫ് വിഡ്ത്ത് ഡി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യലാണ്, V/D ആണ്. അപ്പോൾ ഈ ഡി എന്ന് പറയുന്നത് ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ്റെ തിക്നെസ് വളരെ കുറവായത് കാരണം അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, for a small reverse voltage itself, the electric field developed will be very high. ഇപ്പോൾ ഓർഡിനറി ഡയോഡിന് നമുക്കറിയാം റിവേഴ്സ് ബയസ്, നമ്മൾ PIV റേറ്റിംഗ് ഒക്കെ പഠിച്ചു. റിവേഴ്സ് ബയസ് എത്രയെങ്കിലും കൂടിയാൽ അത് ഡാമേജ്ഡ് ആയി പോകും, ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. പക്ഷെ അത് കമ്പാരിറ്റീവ്ലി ഹയർ റിവേഴ്സ് വോൾട്ടേജിലാണ് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കുക. പക്ഷെ ഒരു Zener ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം അത് കമ്പാരിറ്റീവ്ലി ലോ റിവേഴ്സ് വോൾട്ടേജിൽ തന്നെ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അതായത് അതിൻ്റെ കാരണമാണ് പറഞ്ഞത്, ഇത് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിപ്ലീഷൻ റീജിയൻ വിൽ ബി വെരി തിൻ. സോ ഫോർ എ സ്മോൾ റിവേഴ്സ് വോൾട്ടേജ്, സേ അബൌട്ട് 5 വോൾട്ട്, ദ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്ഡ് ഇസ് വെരി ഹൈ. അപ്പോൾ ഇനി നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. നമുക്കറിയാം റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ സാധാരണ ഒരു ഡയോഡ് ആണെങ്കിൽ തന്നെ വളരെ ചെറിയൊരു ഫീബിൾ കറണ്ട് അവിടെ ഉണ്ടാവും. കാരണം എന്താ, ഇറ്റ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ്. അതായത് പി റീജിയനിലെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണെങ്കിൽ പോലും അവിടെ വളരെ കുറച്ച് മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ഇലക്ട്രോൺ ഉണ്ടാവും. അതേപോലെ തന്നെ എൻ റീജിയനിൽ വളരെ കുറച്ച് ഹോൾസും ഉണ്ടാവും, വിച്ച് ആർ മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ ഈ റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്യുമ്പം ഈ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റിനെ അത് ഫേവർ ചെയ്യുകയാണ് ചെയ്യുക. നമ്മളതൊക്കെ നിങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, റിവേഴ്സ് ബയസ് എന്ന് പറയുന്നത് പി റീജിയനോട് നെഗറ്റീവും ഡയോഡിൻ്റെ എൻ റീജിയനോട് പോസിറ്റീവുമാണ് കണക്ട് ചെയ്യുക. അപ്പോൾ എൻ റീജിയനിൽ കുറച്ച് ഹോൾസ് ഉണ്ട് മൈനോറിറ്റി കാരിയറായിട്ട്, അതേപോലെ പി റീജിയനിൽ കുറച്ച് ഇലക്ട്രോൺ ഉണ്ട് മൈനോറിറ്റി കാരിയറായിട്ട്. അപ്പം നമ്മൾ എൻ റീജിയനോട് പോസിറ്റീവ് കണക്ട് ചെയ്യുമ്പം എൻ റീജിയനിലെ ഹോളിനെ ഈ പോസിറ്റീവ്സ് പുഷ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പറയാം, നമ്മൾ പി റീജിയനോട് നെഗറ്റീവ് കണക്ട് ചെയ്യുമ്പം പി റീജിയനിലെ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ ഈ ബാറ്ററീൻ്റെ നെഗറ്റീവ് നിന്ന് വരുന്ന ഇലക്ട്രോൺ പുഷ് ചെയ്യും. എവിടേക്ക്? അക്രോസ് ദ ജംഗ്ഷൻ. അപ്പോൾ അത് ജംഗ്ഷനെ ക്രോസ് ചെയ്തിട്ട് പോവും, അങ്ങനെ അതിനകത്തൊരു കറണ്ട് ഉണ്ടാവും. പക്ഷേ ഈ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായത് കാരണം അങ്ങനെ ഉണ്ടാവുന്ന റിവേഴ്സ് കറണ്ടിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. ഇതിപ്പോൾ സാധാരണ ഒരു ഡയോഡിൻ്റെ കേസിൽ. അപ്പോൾ ഇനി ഇവിടെ എന്താ സംഭവിക്കുക, Zener ഡയോഡിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്ന, അതായത് ചെറിയ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് വെരി ഹൈ ആണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൊണ്ട്, അപ്പോൾ ഈ മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാവുന്നത് നമ്മളെ ഹോസ്റ്റ് ആറ്റത്തിലെ, ഹോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മൾ പ്യുവർ സിലിക്കൺ ആണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്, അതിലേക്ക് നമ്മൾ എൻ ടൈപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പെൻറ്റാവലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഹോസ്റ്റ് എന്ന് പറയുന്നത് പ്യുവർ സിലിക്കൺ ആണ്. ഈ പ്യുവർ സിലിക്കണിലെ കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണല്ലോ മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന മൈനോറിറ്റി കാരിയേഴ്സിനെ ഈ ഇലക്ട്രിക് ഫീൽഡ് ആക്സിലറേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ആകെ ഒരു 10 ഇലക്ട്രോണേ ഉള്ളൂ എന്ന് വിചാരിക്കുക.
പി റീജിയനിൽ. ഈ 10 ഇലക്ട്രോണിന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ വളരെ കൂടുതലായത് കാരണം ഇതിന് ഹൈ സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്പീഡ് അച്ചീവ് ചെയ്യുന്നതുകൊണ്ട് ഇത് എന്ത് ചെയ്യും, ഇത് ബാക്കിയുള്ള വാലൻസ് കോവലന്റ് ബോണ്ടിനെയും ബ്രേക്ക് ചെയ്തിട്ട് കൂടുതൽ ഇലക്ട്രോൺ ഹോൾ പെയറിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലാർജ് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ ദർ വിൽ ബി എ ലാർജ് നമ്പർ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ മൈനോറിറ്റി കാരിയേഴ്സ് വളരെ കൂടുതൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി വളരെ കൂടുതലാകുമ്പോൾ എന്തുണ്ടാവും, പെട്ടെന്ന് തന്നെ ഈ റിവേഴ്സ് നമ്മൾ വളരെ ഫീബിളാണെന്ന് പറഞ്ഞിരുന്ന റിവേഴ്സ് കറണ്ടിൻ്റെ വാല്യൂ കൂടും. അങ്ങനെ ഈ സെനർ ഡയോഡിന് അതായത് അതിനാണ് നമ്മൾ ജംഗ്ഷൻ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ ഈ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ട് വളരെ പെട്ടെന്ന് കൂടും. പക്ഷേ അത് ഒക്കർ ചെയ്യുന്നത് ഈ കോൺസ്റ്റന്റ് റിവേഴ്സ് വോൾട്ടേജിലാണ്. ഈ റിവേഴ്സ് വോൾട്ടേജിനാണ് നമ്മൾ സെനർ വോൾട്ടേജ് എന്ന് പറയുക. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ VZ. So reverse current is due to the flow of electrons, that is minority carriers from P to N. അല്ലേ, P റീജിയനിൽ ഇലക്ട്രോൺ ഉണ്ടാവും മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട്, അതേപോലെ ഹോള് ഉണ്ടാവും N റീജിയനിൽ. As the reverse bias voltage is increased, the electric field at the junction becomes significant. When the reverse bias voltage V is equal to VZ, then the electric field strength is so high that it will pull out valence electrons from the host atoms. അതായത് ആറ്റംസിലെ വാലൻസ് ഇലക്ട്രോണിനെ പുള്ള് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ആ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാന്നാണ് അല്ലേ. വാലൻസ് ഇലക്ട്രോണിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ബോണ്ടിൽ നിൽക്കുകയാണ്. അതിനെ പുള്ളി ചെയ്ത് പുറത്തെത്തിക്കഴിഞ്ഞാൽ അത് കണ്ടക്ഷൻ ഇലക്ട്രോൺ ആയിട്ട് മാറി. അതിനാണ് നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ പുൾ ഔട്ട് വാലൻസ് ഇലക്ട്രോൺസ് ഫ്രം ദ ഹോസ്റ്റ് ആറ്റംസ് ഓൺ ദ P side which are accelerated to N side. These electrons account for high current observed at the breakdown. So if you plot the variation of current with voltage, അപ്പോൾ ഇത് നമ്മൾ ഫോർവേഡ് ബയസ് കണ്ടീഷനിലുള്ളതാണ്. പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോഴുള്ള കറണ്ട് വേരിയേഷനാണ് കാണിച്ചത്. ഇതൊരു സാധാരണ ജംഗ്ഷൻ ഡയോഡ് പോലെ തന്നെ ആദ്യം വളരെ കുറച്ച് വന്ന് ഇവിടെ എത്തുമ്പം, അതായത് ഡിപ്ലീഷൻ റീജിയൻ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഡയോഡിന് കാണുന്നത് പോലത്തെ ഒരു വേരിയേഷനാണ് കാണുക. ഇപ്പോൾ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ സാധാരണ ഒരു ജംഗ്ഷൻ ഡയോഡ് പോലെ ഇത് ആക്ട് ചെയ്യും. ഈ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ നോക്കൂ, അത് വളരെ ചെറിയ റിവേഴ്സ് കറണ്ട് സാധാരണ ഡയോഡ് പോലെ ഉണ്ടായി. പക്ഷേ ഈ വോൾട്ടേജ് കൂടി VZ എത്തുമ്പോൾ എന്താ ഉണ്ടാവുക, പെട്ടെന്ന് തന്നെ കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഈ കറണ്ട് ഇൻക്രീസസ് ടു വെരി ലാർജ് വാല്യൂ. ഇതാ കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. ഇത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് ഉണ്ടാവുക. അതായത് അപ്രോക്സിമേറ്റ്ലി വേരിയേഷൻ, ഇത്രയും കറണ്ട് വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജിന്റെ വേരിയേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം the junction breakdown occurs at a constant voltage VZ. അപ്പോൾ നമുക്ക് ഈ സെനർ ഡയോഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഈ VZ റിവേഴ്സ് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ഇതിനകത്തോടുള്ള കറണ്ടിന് നമുക്ക് എത്ര വേണമെങ്കിലും വേരി ചെയ്യിക്കാൻ പറ്റും, കീപ്പിംഗ് ദ വോൾട്ടേജ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് സെനർ ഡയോഡിനെ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ ആയിട്ട് ഫങ്ഷൻ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ. So when the applied reverse voltage reaches the breakdown voltage VZ, there is a large change in current and almost insignificant change in the reverse bias voltage. The Zener voltage remains constant even though the current through the Zener diode varies over a wide range. Therefore, Zener diode can act as a voltage stabilizer. ഇത് വോൾട്ടേജ് സ്റ്റെബിലൈസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കാനുള്ള ഒരു ഡയഗ്രാമാണ് കാണിച്ചത്. ഇത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. ഈ ഇൻപുട്ട് വോൾട്ടേജ് ഒരു സീരീസ് റെസിസ്റ്റർ RS എന്ന് പറഞ്ഞ ഒരു സീരീസ് റെസിസ്റ്ററിൽ കൂടെ സെനർ ഡയോഡിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് സീരീസ് റെസിസ്റ്ററിൽ കൂടെ സെനർ ഡയോഡിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സെനർ ഡയോഡിന് എക്രോസ് ആയിട്ട് RL എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ലോഡ്, നമ്മൾ എവിടെയാണോ ഏത് ഡിവൈസിനാണോ നമുക്ക് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് കൊടുക്കേണ്ടത് അതാണ് ഇവിടെ കണക്ട് ചെയ്ത RL എന്ന് പറയുന്നത്, ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റും, നമ്മളിപ്പോൾ സ്റ്റെബിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഇൻപുട്ട് വോൾട്ടേജിൽ എന്ത് വേരിയേഷൻ ഉണ്ടെങ്കിലും ഔട്ട്പുട്ടിൽ, അതായത് ഈ ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഷുഡ് റിമെയിൻ ദ സെയിം. അതിനാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ നമുക്ക് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ വോൾട്ടേജ് അക്രോസ് RL, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനുള്ള വി ക്യാൻ സീ ദാറ്റ് ദ വോൾട്ടേജ് അക്രോസ് RL റിമെയിൻസ് എ കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ വേരിയേഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് VI. ഇതിന് അൺസ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ് എന്നാണ് പറയുന്നത്. അതായത് ഇത് സ്റ്റെബിലൈസ്ഡ് അല്ല, ഇതിങ്ങനെ വേരിയേഷൻ വരുന്നുണ്ട്, പക്ഷേ ഇത് സ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് അക്രോസ് RL എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും.
that is achieved by the presence of the series resistor RS. ഇനി നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Now let us suppose that ഇൻപുട്ട് വോൾട്ടേജ് കൂടുകയെന്ന് വിചാരിച്ചോ. ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ കറണ്ട് ടോട്ടൽ കറണ്ട് I കൂടും. ഈ I RS കൂടെ പാസ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് IZ-ഉം ലോഡ് കറണ്ടും ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ IL-നെ എത്ര വേണമെങ്കിൽ വേരി ചെയ്യാൻ പറ്റും അറ്റ് കോൺസ്റ്റന്റ് VZ. അപ്പൊ ഈ VZ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൂടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്താൽ മനസ്സിലാവും, ഈ ലൂപ്പിലുള്ള നമ്മൾ ഈ കൊടുക്കുന്ന വോൾട്ടേജ് VI ആണ് അല്ലെ. ആ ഒരു പെർട്ടിക്കുലർ ലൂപ്പിൽ VI ആണ്. അത് എവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നത് ഉണ്ട്, വോൾട്ടേജ് അക്രോസ് RS പ്ലസ് വോൾട്ടേജ് അക്രോസ് Z. ഇനി നോക്കൂ, ഈ വോൾട്ടേജ് അക്രോസ് Z എന്ന് പറയുന്നത് നമ്മൾ എന്ത് വേരിയേഷൻ ഇൻപുട്ട്, അതായത് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുമ്പം വേരിയേഷൻ ഉണ്ടാവുക ടോട്ടൽ കറണ്ട് ഐയിലാണ്. ഈ ടോട്ടൽ കറണ്ട് കൂടുമ്പം IZ-ഉം IL-ഉം ഒക്കെ കൂടും. ഇപ്പൊ ഈ IZ എത്ര കൂടിയാലും ഈ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ VZ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പൊ എവിടെയാണ് ഈ ഇൻക്രീസ് ഇൻ വോൾട്ടേജ്, എവിടെയാണ് അതിന്റെ ഇഫക്റ്റ് വരിക, ഈ വോൾട്ടേജ് അക്രോസ് RS കൂടുക ചെയ്യുക. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് കൂടിയാൽ വോൾട്ടേജ് അക്രോസ് RS കൂടും ആൻഡ് VZ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതേപോലെ ഇൻപുട്ട് വോൾട്ടേജ് കുറഞ്ഞാലും VZ റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇത് എവിടെയാണ് ആ കുറവ് വരിക, വോൾട്ടേജ് അക്രോസ് RS നേരത്തുള്ളതിനെക്കാട്ടും കുറയും. അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് RL-ന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് രണ്ടും ഒരേ പോയിന്റ് അല്ലേ, ഈ പോയിന്റും ഈ പോയിന്റും സെയിം ആണ്. അതേപോലെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്, ദിസ് പോയിന്റ് ആൻഡ് ദിസ് പോയിന്റ് ആർ ദ സെയിം. അതേപോലെ ഇതും സെയിം ആണ്. അപ്പൊ വോൾട്ടേജ് അക്രോസ് RL എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് VZ തന്നെയായിരിക്കും. അപ്പൊ VZ കോൺസ്റ്റന്റ് ആയത് കാരണം വോൾട്ടേജ് അക്രോസ് RL എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പൊ അത് കോൺസ്റ്റന്റ് ആക്കുന്നത് ഈ പ്രസൻസ് ഓഫ് RS ആണ്. ഇൻപുട്ട് വോൾട്ടേജ് കൂടിയാൽ ടോട്ടൽ കറണ്ട് കൂടും. ടോട്ടൽ കറണ്ട് കൂടുമ്പോൾ IZ കൂടും. പക്ഷേ VZ റിമെയിൻസ് ദ സെയിം. അപ്പൊ ആ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് എവിടെയാണ് വേരിയേഷൻ വരിക, ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് അക്രോസ് RS കൂടും. ഇൻപുട്ട് വോൾട്ടേജ് കുറയുമ്പോൾ വോൾട്ടേജ് അക്രോസ് RS കുറയും. സോ ദാറ്റ് ദിസ് വോൾട്ടേജ് VZ ഓൾവേസ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് വാല്യൂ ഓഫ് RS ആയിരിക്കണം ഇവിടെ കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ലെറ്റ് us calculate that. അതിന് മുമ്പ് let us see this. When the input voltage of the rectifier fluctuates, the rectified output also fluctuates. To get a constant DC voltage from the unstabilized output of a rectifier, we use a Zener diode. The unstabilized DC voltage is connected to the Zener diode through a series resistance RS such that the Zener diode is reverse biased. If the input voltage increases, the current through RS and Zener diode also increases. This increases the voltage drop across RS without any change in the voltage across Zener diode. This is because in the breakdown region, Zener voltage remains constant even though current through the Zener diode changes. അപ്പോൾ നമുക്ക് RS-ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടി, VI is equal to VRS plus VZ. That is VI is equal to voltage across RS എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് ത്രൂ RS into RS-ന്റെ വാല്യൂ അല്ലേ, പ്ലസ് VZ. Therefore RS is equal to എന്ത് വരും, VI minus VZ divided by I. ഇനി ഈ I എന്ന് പറഞ്ഞാൽ എന്താ, ഈ I എന്ന് പറഞ്ഞാൽ IZ plus IL ആണ്. സോ RS is equal to VI minus VZ divided by Z plus IL. ലോഡ് കറണ്ട് പ്ലസ് സെനർ ഡയോഡിലൂടെയുള്ള കറണ്ട് ആയിരിക്കും. Therefore RS is equal to VI minus V0 divided by IZ plus IL. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ തന്നാൽ you can calculate the value of series resistance to be connected for making the circuit for making the voltage stabilized. So if the input voltage decreases, the current through RS and Zener diode decreases, the voltage across RS decreases without any change in the voltage across Zener diode. Thus any increase or decrease in the input voltage results in increase or decrease in the voltage drop across RS without any change in the voltage across Zener diode. Thus Zener diode acts as a voltage stabilizer. അപ്പം ഇൻപുട്ട് വോൾട്ടേജിൽ എന്ത് വേരിയേഷൻ വന്നാലും അത് റിഫ്ലക്ട് ചെയ്യുന്നത് വോൾട്ടേജ് അക്രോസ് RS-ലാണ്, അല്ലാതെ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും സെനർ വോൾട്ടേജ് എത്രയാണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ പറ്റും. ആരുടെ പ്രസൻസ് കൊണ്ട്, സെനർ ഡയോഡിന്റെ പ്രസൻസ് കൊണ്ട്. Therefore Zener diode is known as a voltage stabilizer.
Okay.